ഞാൻ താമസിച്ചു. കെ വി ബിജു, ഇവിടെ 700 കർഷക ആത്മഹത്യകളെ 700 കർഷകർ രക്തസാക്ഷികളായതിനെ പറ്റി രാഹുൽ ഗാന്ധി സഭയിൽ പറയുന്നുണ്ട്. അക്തിവറിനെ കുറിച്ച് പറയുന്നുണ്ട്, വനിതകളെ കുറിച്ച് പറയുന്നുണ്ട്, ഇവിടുത്തെ ജോലിയില്ലായ്മയെ കുറിച്ച് പറയുന്നുണ്ട്, തൊഴിലില്ലായ്മയെ കുറിച്ച് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എന്റെ മനസ്സിലാക്കലിൽ രാജ്യത്തെ വിവിധ സാമൂഹിക സെക്ഷനിൽ ട്രാൻസ്ജെൻഡറുകളെ കുറിച്ച് ഒഴിച്ച് ബാക്കി എല്ലാവരെ കുറിച്ചും രാഹുൽ ഇന്ന് 1.5 മണിക്കൂർ സംസാരിച്ചു. അത് ഈ ഒരു മണിക്കൂർ ഈ ഒരു ഒറ്റനയിലേക്ക് ചുരുക്കി കെട്ടാൻ BJPക്ക് ആയുധം കൊടുക്കലായോ സഭയിൽ രാഹുൽ ഗാന്ധിയുടെ ആ പരാമർശം? ശ്രീ ബിജു. അല്ല, എനിക്ക് പ്രതിപക്ഷം ശക്തിപ്പെട്ടതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്ന ഒരാളാണ്. ഞാൻ UPA സർക്കാരിൻ്റെ കാലത്ത് മുതൽ തുടർച്ചയായി കർഷക സമരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇടപെടുന്നതാണ്. UPA സർക്കാരിൻ്റെ കാലത്ത് പാൽപ്പൊടിയുടെ ഇറക്കുമതിയുടെ പ്രശ്നം, അത് കഴിഞ്ഞിട്ട് ഇൻഡോ യൂറോപ്യൻ യൂണിയൻ കരാറ്, ഞങ്ങൾക്ക് കേവലം 2 ചെറിയ സമരങ്ങൾ കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ പ്രശ്നത്തിൽ പരിഹാരം കാണാൻ അന്ന് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് NDA വരുന്നു. NDA 2014 വന്നതിന് ശേഷം ആദ്യം തന്നെ ലാൻഡ് അക്വസിഷൻ്റെ ബില്ല് വരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം RCP കരാർ വരുന്നു. ഒരു കേന്ദ്രീകൃത പാർട്ടി സംവിധാനം വരുന്ന സമയത്ത് ഞങ്ങൾക്ക് വളരെയധികം തന്നെ കഷ്ടപ്പെടേണ്ടി വരുന്നു. ഞങ്ങൾക്ക് വലിയ സമരങ്ങൾ നടത്തേണ്ടി വരുന്നു. അതിൽ കൂടുതൽ ഏകാധിപതിയായിട്ട് കൂടുതൽ സീറ്റ് കിട്ടി BJP അധികാരത്തിൽ വരുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, ഞങ്ങളുടെ അതേപോലെ കർഷകരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എത്രയോ നീണ്ട സമരം ഞങ്ങൾക്ക് നടത്തേണ്ടി വരുന്നു. ആ സമരഭൂമിയിലെ 700ഓളം ആളുകൾ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു. ഇപ്പോൾ ഏത് കേഡർ സംവിധാനം അത് CPMൻ്റെ ആയിക്കോട്ടെ BJPയുടെ ആയിക്കോട്ടെ, അതിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന വലിയ ഏകാധിപത്യ സ്വഭാവമുള്ള ഭരണാധികാരികൾ വരുന്നത് ഇന്ത്യക്ക് ദോഷമാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, പ്രതിപക്ഷം എപ്പോഴും ശക്തമായിരിക്കേണ്ടത് ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും ആവശ്യമാണ്. ഇന്ന് അങ്ങനെയുള്ള ഒരു പ്രതിപക്ഷം ഉണ്ടായതിൽ ഞങ്ങൾ വളരെയധികം തന്നെ സന്തോഷിക്കുന്നു. ആ ഒരു തിരിച്ചടി BJPക്ക് കേന്ദ്രത്തിൽ നൽകുന്നതിന് ഞങ്ങളുടെ സമരം വളരെയധികം സഹായിച്ചു എന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നു. അതുമാത്രമല്ല, ഇനിയായാലും നമ്മുടെ നാട്ടിൽ വളരെ ശക്തമായ പ്രതിപക്ഷം ഉണ്ടാവണം. അതോടൊപ്പം തന്നെ സംഘടനകളിൽ ചർച്ച ചെയ്യുന്ന സംവിധാനങ്ങൾ ആ സംഘടനകളിൽ നിലനിൽക്കാൻ വേണം. മുൻപ് വാജ്പേയിയുടെ കാലത്ത് നമുക്കെല്ലാവർക്കും അറിയാം, വാജ്പേയിയുടെ സാമ്പത്തിക നയത്തിനെതിരെ സംഘപരിവാർ സംഘടനകൾ തന്നെ സമരത്തിന് വന്നു. പക്ഷേ ഇന്ന് മോഡി അധികാരത്തിലിരിക്കുന്ന സമയത്ത് സംഘപരിവാർ സംഘടനകൾ തന്നെ നപുംസകങ്ങളെ പോലെ സ്വന്തം ആശയങ്ങൾ അടിയറവ് പറഞ്ഞ് ഒരു ഏകാധിപതിയുടെ മുന്നിൽ തലകുനിച്ച് മടക്കിയിരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നു. രാഷ്ട്രീയ ശരികളുടെ കാലത്ത് നപുംസകം എന്ന വാക്ക് അല്ല, അപ്പൊ അതുകൊണ്ട് അല്ല ഞാൻ പറയേണ്ടുന്ന ശരിയല്ല. അല്ല, നിങ്ങൾ പ്രകടിപ്പിക്കാം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാച്ച് അല്ല നിങ്ങളും പറയുന്നുണ്ട് വിഭാഗത്തെ ആക്ഷേപിക്കുന്നതാണ്. LGBT കമ്മ്യൂണിറ്റി ആക്ഷേപിക്കുന്നതാണ്. പറഞ്ഞു തീർക്കട്ടെ. അല്ല, അത് അദ്ദേഹം പിൻവലിക്കട്ടെ. LGBT കമ്മ്യൂണിറ്റി ആക്ഷേപിക്കുന്ന വാക്കാണ്. അത് പിൻവലിക്കൂ. LGBT കമ്മ്യൂണിറ്റി ആക്ഷേപിക്കുന്ന വാക്കാണ്, പിൻവലിക്കണം. ഇവിടെ രാജ്യത്തെ പ്രധാന ന്യൂനപക്ഷങ്ങളെ പ്രധാനമന്ത്രി അധിക്ഷേപിച്ചു പ്രചരണങ്ങൾ തുടങ്ങിയത്. ഇവിടെ ഈ രാജ്യത്ത് രാജ്യത്തെ ഒരു ന്യൂനപക്ഷത്തെ കടന്നാക്രമിച്ചു, അധിക്ഷേപിച്ചു, എന്തൊക്കെ പറഞ്ഞു. അപ്പോൾ രാഷ്ട്രീയ ശരി കാണാത്ത സന്ദീപ് ഇപ്പൊ രാഷ്ട്രീയ ശരി കാണുന്ന സന്തോഷം. LGBT കമ്മ്യൂണിറ്റിയെ പറയാണ് LGBT കമ്മ്യൂണിറ്റി അധിക്ഷേപിച്ച് തടയേണ്ട ഹാഷ്മി. അത് തടയാതെ അതിനെ സന്ദീപ് രാഷ്ട്രീയ ശരിയെ കുറിച്ച് പറഞ്ഞ രസമുണ്ട്. സന്ദീപ് രാഷ്ട്രീയ ശരിയെ പറ്റി പറഞ്ഞത് ശരിയുണ്ട്. സന്ദീപ് രാഷ്ട്രീയ ശരിയെ പറ്റി പറയുന്നത് കേൾക്കാൻ രസമുണ്ട്. മര്യാദയ്ക്ക് പറഞ്ഞാണ്. ബിജു പറഞ്ഞു അത് പിൻവലിക്കണം. അത് ബാധ്യത താങ്കൾ. അല്ല, ബിജു പറഞ്ഞു അല്ല, നപുംസകം എന്ന് ആരെങ്കിലും വിളിക്കുന്നത് അത് LGBT കമ്മ്യൂണിറ്റിയെ ആ സംഘടനയിൽ ജനാധിപത്യം വേണം. ജനാധിപത്യം സന്ദീപ ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ. നിങ്ങൾ ആ പദം പിൻവലിക്കൂ. വേണം ജനാധിപത്യം. നിങ്ങൾ പ്രയോഗിച്ച പദം തെറ്റാണ്, പിൻവലിക്കൂ. സംവിധാനത്തിൽ അല്ല, ഞാൻ പിൻവലിക്കില്ല. ഞാൻ
അല്ല അത് പിൻവലിക്കും. ഹാഷ്മി, അങ്ങനെ ഒരു അല്ല, ആലോചന നിങ്ങൾ തീരുമാനിക്കേ. അല്ല ഞാൻ പറഞ്ഞ അല്ല അങ്ങനെയൊന്നുമല്ല. LGBT സന്ദീപ് രാജ്യത്തെ ഒരു പ്രധാന വിഭാഗത്തെ അധിക്ഷേപിച്ചാൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പിന്നാണോ ഒരു കെ വി ബിജു പറഞ്ഞ രാഷ്ട്രീയ ശരികേടാണ്. അത് രാഷ്ട്രീയ ശരികേടാണ്. അത് ഒരു തർക്കമാക്കരുത് ഇല്ലാന്ന്, ഒരു തർക്കമാക്കരുതില്ല. അല്ല തെറ്റാണ് ഒരു തർക്കമില്ല, തെറ്റാണ്. പക്ഷെ ഞാൻ പറഞ്ഞു സന്ദീപ് രാഷ്ട്രീയ ശരിയെ പറ്റി പറയുന്നതിന് ഞാൻ പറയായിരുന്നു. ബിജു പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് നടത്തി അത് പിൻവലിക്കാന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രശ്നമല്ല. ഇത് LGBT കമ്മ്യൂണിറ്റി രാഷ്ട്രീയ ശരിയല്ലേ? താങ്കൾ രാഷ്ട്രീയ ശരിയെ പറ്റി പറയല്ലേ? എല്ലാവരും രാഷ്ട്രീയ ശരിയെ പറ്റി എല്ലാ കാലവും പറയണം. അല്ല ബിജു നപുംസകം എന്ന വാക്ക് എനിക്ക് യോജിപ്പില്ല. യോജിക്കാൻ കഴിയോ? നിങ്ങളുടെ ചാനലിന്റെ പോളിസിയാണോ? അല്ല 24 ചാനലിന്റെ പോളിസിയാണോ അത്? സർ രാഷ്ട്രീയ നമ്മുടെ രാജ്യത്തെ വിശദീകരിക്കേണ്ട കാര്യമില്ല. ആ പ്രയോഗം പിൻവലിക്കും. നിങ്ങൾ മോദിയെ പറഞ്ഞോ, പക്ഷെ നിങ്ങൾ എന്തിനാണ് LGBT കമ്മ്യൂണിറ്റി അധിക്ഷേപിക്കുന്നത്? കെ വി ബിജു പറയുന്നതിൽ അസോസിയേഷനാവലെ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. അല്ല പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ഞാൻ പറഞ്ഞത് രാഷ്ട്രീയത്തിലെ നപുംസകങ്ങളെ കുറിച്ചിട്ടാണ്. ആ രാഷ്ട്രീയത്തിലെ സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കാതെ രാജ്യ താല്പര്യം ബലികെടുക്കുന്ന സംഘപരിവാർ സംഘടനകളെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. മുമ്പ് വാജ്പേയിയുടെ സർക്കാരിന്റെ കാലത്ത് പൂർണ്ണമായിട്ടും എതിർത്ത സംഘടനകൾ മുഴുവൻ തന്നെ മോഡി വന്ന സമയത്ത് സംഘടനയിൽ ഏകാധിപത്യമായി ഒരാൾ പോലും ആ സ്വന്തം സംഘടനയിൽ തന്നെ സംഘപരിവാർ സംഘടനയിൽ തന്നെ മുമ്പ് എതിർത്തിട്ടുള്ള കാര്യങ്ങൾ, മുമ്പ് സമരം ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അപ്പാടെ മാറിയിട്ട് ഒരേ ഏകാധിപത്യയുടെ മുന്നിൽ പഞ്ചപുച്ഛം അടച്ചു നിൽക്കുന്നു. ആ ഒരു സംവിധാനത്തിന് മാറ്റം വരാനായിട്ട് പ്രതിപക്ഷം ശക്തിപ്പെട്ടത് വളരെയധികം ഉപകാരപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം